ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു മുറിച്ചുകടക്കൽ പാത കടന്നുപോകുന്ന അതിർത്തി പ്രദേശമായ വാഗ ബോർഡറിലേക്കാണ്. ഭാരതത്തിലെ അമൃതസറിൻ്റെയും പാകിസ്ഥാനിലെ ലാഹോറിൻ്റെയും ഇടയിലുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് ഇതിൻ്റെ സ്ഥാനം. വാഗ എന്നത് ഒരു ഗ്രാമം കൂടിയാണ്. അതിലൂടെയാണ് വിവാദ റാഡ്ക്ലിഫ് രേഖ കടന്നു പോകുന്നത്. ആയിരത്തി 1947 സ്വാതന്ത്ര്യ സമരത്താണ് വാഗ രണ്ടായി ഭാഗിച്ചത്. ഇന്ന് കിഴക്കൻ വാഗ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ വാഗ പാകിസ്ഥാൻ്റെയും ഭാഗമാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയായ വാഗ അതിർത്തിയിൽ ദിനവും വൈകിട്ട് ഇരു ഗേറ്റുകളും തുറന്ന് പതാക ഇറക്കുന്ന ചടങ്ങാണ് വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് അഥവാ വാഗ ബോർഡർ സെറിമണി എന്നറിയപ്പെടുന്നത്. ഈ പരേഡ് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ വാഗ അതിർത്തിയിൽ എത്തിച്ചേരുന്നു. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 ബീറ്റിംഗ് റിട്രീറ്റ് ആരംഭിക്കുന്നത്. ശൈത്യകാലത്ത് ഇത് 4 മണിക്കാകുന്നു. സുരക്ഷാ കാരണങ്ങളായി പ്രവേശന കവാടത്തിൽ തന്നെ ചെക്കിങ്ങിനും മറ്റുമായി 45 മിനിറ്റോളം ചെലവാക്കേണ്ടി വരുമെന്നതിനാൽ ചടങ്ങ് വീക്ഷിക്കുന്നവർ 1 മണിക്കൂർ നേരത്തെയെങ്കിലും എത്തേണ്ടി വരും. ചടങ്ങ് ആരംഭിക്കുന്നതിന് 20 മിനിറ്റ് മുന്നേ ഹിന്ദുസ്ഥാൻ അമർ രഹേ, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, സാരേ ജഹാം സേ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാര തുടങ്ങിയ ദേശഭക്തി ശ്ലോകങ്ങൾ ഉച്ചഭാഷിണിയുടെ പുറത്തുവരുന്നു. തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ സിന്ദാബാദ് തുടങ്ങിയ ശ്ലോകങ്ങൾ പുറത്തുവരുന്നു. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നേയുള്ള കുറച്ച് നിമിഷങ്ങൾ ജനങ്ങൾക്ക് അവരുടെ സന്തോഷവും ദേശഭക്തിയും പ്രകടിപ്പിക്കുവാനുള്ള അവസരം നൽകുന്നുണ്ട്. ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന വാഗ അതിർത്തിയിൽ എല്ലാ ദിവസവും പതാക താഴ്ത്തൽ എന്ന ചടങ്ങ് നടന്നുവരുന്നു. ഈ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയുടെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും അത്യുജ്വലവും ആവേശഭരിതവുമായ സൈനിക പരേഡുകൾ നടക്കാറുണ്ട്. ഈ പരേഡ് അല്പം ശത്രുതയും അക്രമ സ്വഭാവവും പുലർത്തുന്നതായി വിദേശികൾക്ക് അനുഭവപ്പെടാമെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ചക്കാരായി സ്റ്റേഡിയത്തിലിരിക്കുന്ന ഇരു രാജ്യങ്ങളിലെയും ജനക്കൂട്ടങ്ങൾക്ക് വിനോദത്തിൻ്റെ രസക്കാഴ്ചകൾ ഒരുക്കുന്നതാണ് ഈ പരിപാടി. ഇരു രാജ്യങ്ങളിലെയും സൈനിക വിഭാഗം വർണ്ണാഭമായ തലപ്പാവുകളോടുകൂടിയ സൈനിക വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിരിക്കുക.
ദൈനംദിന കാര്യങ്ങൾക്കായി ചിലപ്പോൾ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ എതിർ രാജ്യത്തിൻ്റെ ഓഫീസുകളിൽ എത്താറുണ്ട്. വർഷങ്ങളായി വാഗ അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു ബാരോമീറ്ററായി നിലകൊള്ളുന്നു. ഇതിനുശേഷം 2 ജവാന്മാർ ദൂരെ നിന്നും ചടുലമായ കാൽവെപ്പുകളോടുകൂടി മാർച്ച് ചെയ്തു വന്ന് ഗേറ്റിനടുത്തെത്തി നിൽക്കുന്നു. കാൽ നെറുകയിൽ തൊടുന്ന വിധം ഉയർത്തി ശക്തിയായി തറയിലടിച്ച് ഇവർ മേലധികാരികളുടെ കയ്യിൽ നിന്നും സല്യൂട്ട് സ്വീകരിക്കുന്നു. പാകിസ്ഥാനും ഇതേ പരേഡുകൾ ആവർത്തിക്കുന്നു. തുടർന്ന് ഗേറ്റ് തുറക്കുന്നു. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പരസ്പരം നോക്കി കൈപൊക്കി സൗഹൃദം പങ്കിടുന്നു. പിന്നീട് ബ്യൂഗിൾ വാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി 2 പതാകകളും ഒരേ സമയം താഴോട്ട് ഇറക്കുന്നു. പതാകകൾ ഇറക്കുന്നത് കൊടിമരത്തിൻ്റെ എതിർവശത്തു നിന്നാണ്. പതാകകൾ ഇറക്കി ഭദ്രമായി മടക്കി ആദരപൂർവ്വം അവരവരുടെ കെട്ടിടങ്ങളിലേക്ക് കൊണ്ടുപോകുകയും
ഗേറ്റുകൾ അടയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി ചടങ്ങ് അവസാനിക്കുന്നു. ഓരോ രാജ്യസ്നേഹിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചടങ്ങാണ് വാഗ അഡാരി ബോർഡറിലെ ഈ സെറിമണി. ഓരോ ഇന്ത്യൻ പൗരനെയും ചരിത്രത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടുത്തെ ചടങ്ങുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാക്ഷ്യം വഹിക്കേണ്ടതാണ്. രണ്ട് ദിവസത്തെ പഞ്ചാബ് അമൃത്സർ സന്ദർശനത്തിനു ശേഷം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ സുരേഷണ്ണനും ഫാമിലിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പുതിയ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.